നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ഇപ്പോൾ +2 ഫിസിക്സിന് പലരും പഠിക്കുമ്പം പല ആംഗിളിൽ പഠിക്കുന്നവരുണ്ട്. ജയിക്കാൻ വേണ്ടി പഠിക്കുന്നവരുണ്ട് 18 മാർക്ക്, ഡബിൾ പാസ് മാർക്കിന് വേണ്ടി പഠിക്കുന്നുണ്ട് 36 മാർക്ക്, A+ വേണ്ടി പഠിക്കുന്നവരുണ്ട്, ഫുൾ മാർക്കിന് വേണ്ടി പഠിക്കുന്നവരുണ്ട്. അങ്ങനെ പല കാറ്റഗറിയാണ്. ഇപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്, നിങ്ങൾക്ക് കമൻസ് ഇടാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് ഏതൊക്കെയാണെന്ന്. നമ്മൾ ഫുൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്, 2 മണിക്കൂർ കൊണ്ട് ഫുൾ ചാപ്റ്റർ പഠിക്കുന്നത്. ഇപ്പം ഞാൻ ഈ വീഡിയോ പറയുന്നത് ഡബിൾ പാസ് മാർക്ക് നേടാൻ ഈ ചോദ്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഇതിനകത്ത് ഷോർട്ട് ക്വസ്റ്റ്യൻ കാണും, നിങ്ങൾ പക്ഷേ കുറച്ച് നേരെ കാണത്തുള്ളൂ. ഇത് സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ കാണും. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം ഷെയർ ചെയ്യുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫിസിക്സിൻ്റെ ഒരു വീഡിയോകളിലൊന്നാണ് ഇതെന്നുള്ള സംശയം വേണ്ട. നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് പ്രയോജനം ചെയ്യുന്നതാണ് ഈ പരീക്ഷയ്ക്ക്. 2025 മാർച്ച് 5-ാം തീയതി ഫിസിക്സ് പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും പ്രയോജനം ചെയ്യും. ആദ്യമേ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. 10-15 ചോദ്യങ്ങൾ എന്ന് വിചാരിക്കുക. അതിനോടനുബന്ധിച്ചുള്ള ചെറിയ ചോദ്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ 36 മാർക്ക് വരെ നമുക്ക് നേടാം. 36 എന്ന് പറഞ്ഞാൽ 18 മാർക്ക് നമുക്ക് പാസ് ആണെങ്കിൽ ഡബിൾ പാസ് 18 × 2 36 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. ഏതൊക്കെയാണ്? ഒന്ന് ശ്രദ്ധിച്ചേക്കുക, ഗോസസ് തിയറം പ്രൂഫ് 3 ആപ്ലിക്കേഷൻസ്. ഫസ്റ്റ് ചാപ്റ്ററിലാണ് ഗോസസ് തിയറം പ്രൂഫ് 3 ആപ്ലിക്കേഷൻ. നിങ്ങളൊന്ന് എഴുതിയെടുക്കുകയാണെങ്കിൽ ഏറ്റവും സിമ്പിളായിട്ട് പറ്റും. ഗോസസ് തിയറം പ്രൂഫ് 3 ആപ്ലിക്കേഷൻ. ആ ചാപ്റ്ററിൽ തന്നെ ആക്സിയൽ ലൈനും ഇക്വറ്റോറിയൽ ലൈനും ഉണ്ട്. ആക്സിയൽ ലൈൻ ഇക്വറ്റോറിയൽ ലൈനും നിങ്ങൾ ഒന്നായിട്ട് കണക്ക് കൂട്ടിയാൽ മതി. അതിനകത്ത് ഷോർട്ട് ക്വസ്റ്റ്യൻസ് കൂടെ ഒന്ന് നോക്കിയേക്കുക. ഡയലക്ട്രിക് പോളറൈസേഷനും പോളാർ ആൻഡ് നോൺ പോളാർ മോളിക്യൂൾസും. ഇത് ആദ്യത്തെ ചാപ്റ്റർ. 2 ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. അതിനകത്തുനിന്ന് കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ് ആൻഡ് പാരലും കപ്പാസിറ്റൻസ് ഓഫ് എ പാരൽ പ്ലേറ്റ് കപ്പാസിറ്ററും നിർബന്ധമായിട്ടും പഠിക്കുക. റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ആൻഡ് ഇൻറ്റൻസിറ്റി. ഇലക്ട്രിക് പൊട്ടൻഷ്യലും ഇലക്ട്രിക് ഇൻറ്റൻസിറ്റി E - dV/dx. ഇത് മാത്രം രണ്ടാമത്തെ ചാപ്റ്റർ. മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് കറണ്ട് ഇലക്ട്രിസിറ്റിയാണ്. അതിനകത്ത് ഡ്രിഫ്റ്റ് വെലോസിറ്റിയും അതുമായിട്ട് ബന്ധപ്പെട്ട റിലേഷൻ ഡെറൈവ് ചെയ്ത് പഠിക്കുക. ഓംസ് ലോ, കിർച്ചോഫിന്റെ 2 ലോസും വീൻസ്റ്റൺ ബ്രിഡ്ജും പഠിക്കുക. ഇത് പഠിക്കാൻ വലിയ സമയം എടുക്കത്തില്ല. 4 മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ടിനകത്തുനിന്ന് നിങ്ങൾ എന്താണ് മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് ആൻഡ് ഇക്വേഷൻ, അതിന്റെ വെക്ടർ ഫോം, ബയോട്ട് സാവാർട്ട്സ് ലോ, സർക്കുലർ ലൂപ്പ് എസ്സേ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ആംബിയർ സർക്യൂട്ട് തിയറം എന്താണെന്ന് പഠിച്ചിരിക്കണം. അതിന്റെ 2 ആപ്ലിക്കേഷൻ, ലോങ് സ്ട്രിക്ട് കണ്ടക്ടറും സോളിനോയിഡും പഠിക്കുക. കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്ററിന്റെ അമ്മീറ്ററും കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്ററിന്റെ വോൾട്ട് മീറ്ററും പഠിച്ചിരിക്കുക. 5 നിങ്ങൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് പഠിക്കും. ഫെറോ മാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്, അതിന്റെ പ്രോപ്പർട്ടീസും എക്സാമ്പിൾസും പഠിക്കുക. 6 സെൽഫ് ഇൻഡക്ഷൻ, മ്യൂച്വൽ ഇൻഡക്ഷൻ, സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ്, അതുപോലെ തന്നെ എനർജി സ്റ്റോർഡ് ഇൻ ആൻ ഇൻഡക്ടർ, മോഷണൽ EMF. ഇതെല്ലാം ചെറിയ ടോപ്പിക്കാണ്. അത് പഠിച്ചതങ്ങ് മാറ്റുക. ഇനി AC LCR സർക്യൂട്ട് പഠിക്കുക. പവർ ഫാക്ടറും ഇംപിഡൻസും നിർബന്ധമായിട്ട് പഠിക്കുക. 36 മാർക്ക് വേണ്ടവരാണ്. 8 ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, അതിൻ്റെ യൂസസും പ്രൊഡക്ഷനും എല്ലാ വേവ്സിനെയും പഠിക്കുക. ഡിസ്പ്ലേസ്മെന്റ് കറണ്ടും അതിൻ്റെ പ്രോപ്പർട്ടീസും പഠിക്കുക. 9 റയോപ്റ്റിക്സ് ആൻഡ് ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. അതിനകത്തുനിന്ന് പ്രധാനപ്പെട്ട ആയിട്ടുള്ള റിഫ്രാക്ഷൻ പ്രിസം, ലെൻസ് മേക്കേഴ്സ് ഫോർമുല, മിറർ ഫോർമുല, സിമ്പിൾ മൈക്രോസ്കോപ്പും കോമ്പൗണ്ട് മൈക്രോസ്കോപ്പും. ഈ 5 എണ്ണം വ്യക്തമായിട്ട് പഠിക്കുക. പവർ ഓഫ് എ ലെൻസും 2 തിൻ ലെൻസസ് ഇൻ കോണ്ടാക്റ്റും പോലുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻ നോക്കുക. അടുത്ത 10 വേവ്റ്റിക്സ്. വേവ്റ്റിക്സിനകത്തുനിന്ന് ഹൈജീൻസിന്റെ പ്രിൻസിപ്പിൾ, പ്രൂഫ് ഓഫ് റിഫ്രാക്ഷനും റിഫ്ലക്ഷനും പഠിക്കുക. ബാൻഡ് വിഡ്ത്തിന്റെ എക്സ്പ്രഷൻ മാത്രം പഠിക്കുക. നല്ല ഇന്റർഫറൻസ് പാറ്റേൺ കിട്ടാനുള്ള കണ്ടീഷൻസ് പഠിക്കുക. അത്രയും പഠിച്ച് മാറ്റുക. 11 ഡ്യുവൽ നേച്ചർ, മെത്തേഡ്സ് ഓഫ് ഇലക്ട്രോൺ എമിഷൻ. 3 ഗ്രാഫുകളുണ്ട് ഇതിനകത്തൊന്ന്. മറ്റേ സാച്ചുറേഷൻ കറണ്ടും കട്ട് ഓഫ് പൊട്ടൻഷ്യൽ ഉള്ളത്, ത്രഷോൾഡ് ഫ്രീക്വൻസി, അതുപോലെ തന്നെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഇന്റൻസിറ്റി ഫോട്ടോ ഇലക്ട്രിക് കറണ്ടുള്ള ഗ്രാഫ് നോക്കുക. അതിനുശേഷം ഐൻസ്റ്റീൻ്റെ ഫോട്ടോ ഇലക്ട്രിക് ഇക്വേഷൻ നോക്കുക. പ്രോപ്പർട്ടീസ് ഓഫ് ഫോട്ടോൺസ്. അത്രയും മാത്രം പഠിച്ച് മാറുക. 12ഉം 13ഉം ഒരുമിച്ച് പറയുകയാണ്. ആറ്റംസും ന്യൂക്ലിയർ, മാസ് ഡിഫക്റ്റ്, ബൈൻഡിങ് എനർജി 100% ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. അതിൻ്റെ ഇക്വേഷൻസ് എല്ലാം പഠിക്കുക. പിന്നെ ആൽഫ പാർട്ടിക്കിൾ സ്കാറ്ററിംഗ് എക്സ്പെരിമെന്റ്, ബോറിന്റെ 3 പോസ്റ്റുലേറ്റ്സ്, അത് ഡി ബ്രോഗ്ലി പ്രൂവ് ചെയ്യുന്നത്, റുദർഫോർഡിന്റെ പോസ്റ്റുലേറ്റ്, അയണൈസേഷൻ എനർജി, ഡ്രോബാക്സ് ഓഫ് ബോർ മോഡൽ,
അത്രയും പഠിച്ചു മാറുക. ലാസ്റ്റ്, സെമി കണ്ടക്ടർ ഡിവൈസ്, ഇമ്പോർട്ടൻറ്റ് എനർജി ബാൻഡ്സ് ഇൻ സോളിഡ്സ്, കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും അതിനിടയിലുള്ള ഗ്യാപ്പ്, ഫോർബിഡൻ എനർജി ഗ്യാപ്പ്. അതിനകത്ത് ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെക്ടിഫയർ എന്താണ്, അതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്, ഫുൾ വേവ് റെക്ടിഫയർ, ഹാഫ് വേവ് റെക്ടിഫയർ, വളരെ ഡീറ്റെയിൽഡ് പഠിക്കുക. വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സെമി കണ്ടക്ടർ, അതിൻ്റെ പ്രോപ്പർട്ടീസ്, ഫോർവേഡ് ബയാസിങ്, റിവേഴ്സ് ബയാസിങ്. ഇത്രയും നിങ്ങൾ ഞാൻ ഈ പറയുമ്പോൾ ഉണ്ടെങ്കിൽ പോലും ഇത്രയും നിങ്ങൾ കേട്ട് പഠിക്കുകയാണെങ്കിൽ 36 മാർക്ക് ഉറപ്പിക്കാം. നിങ്ങൾ പഠിക്കുക, ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് എഴുതുക. നിങ്ങൾക്ക് ഏതൊക്കെ വീഡിയോസാണ് ഇനിയും വേണ്ടതെന്ന് പറയുക. മാക്സിമം വീഡിയോസ് നമ്മൾ എല്ലാ വിഷയത്തിൻ്റെയും ചെയ്തു തരും. ഏതൊക്കെ വീഡിയോസ് വേണമെന്ന് കൃത്യമായിട്ടും പറയുക. +1 ഇത് വീഡിയോ കാണുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ട വീഡിയോസ് എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യേണ്ട വീഡിയോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്തിരിക്കണം. നെവർ എവർ ഗീവ് അപ്പ്.